ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മഴക്കെടുതിയിൽ 36 മരണം. ഇരു സംസ്ഥാനങ്ങളിലുമായി 70,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുവെന്നാണ് കണക്ക്. പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇരു മുഖ്യമന്ത്രിമാരും ആവശ്യപ്പെട്ടു. അരുൺ പൂപ്പറമ്പ ബാംഗ്ലൂരിൽ നിന്നും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇപ്പോഴും ഈ പ്രളയസമാനമായ സാഹചര്യം തുടരുകയാണോ? എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? വേണു, കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി തോരാതെ പെയ്തിട്ടുള്ള മഴയാണ് തെലുങ്കു സംസ്ഥാനങ്ങളെ ഇത്ര വലിയൊരു പ്രളയക്കെടുതിയിലേക്ക് തള്ളിവിട്ടത്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 36 മരണമാണ് നിലവിൽ ഈ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 19 മരണം ആന്ധ്രാപ്രദേശിലും 17 മരണം തെലങ്കാനയിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇരു സംസ്ഥാനങ്ങളുമായി 70,000-ലധികം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നതാണ് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഇത്തരം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഇരു സംസ്ഥാനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതാണ് നിലവിൽ ഇപ്പോൾ ഇരു മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. തെലങ്കാനയിൽ 3 ജില്ലകളിലാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ആന്ധ്രാപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് വിജയവാഡയിൽ മാത്രം 1.5 ലക്ഷത്തിലേറെ പേരെ നേരിട്ട് ഈ പ്രളയം ബാധിച്ചു എന്നുൾപ്പെടെയുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് മുതൽ ഈ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ പ്രളയബാധിത മേഖലകളിലെല്ലാം ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അപ്പോൾ പോലും ഈ നിരവധി മേഖലകൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രളയത്തിൻ്റെ വലിയ ദുരിതം ഇപ്പോൾ ഈ ഇരു സംസ്ഥാനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തര സഹായമായി ഈ പ്രളയബാധിത ജില്ലകളിൽ ആന്ധ്രാപ്രദേശിൽ 10 കോടി രൂപ വീതവും, അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ പ്രളയബാധിത ജില്ലകളിൽ 5 കോടി രൂപ വീതവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ കേന്ദ്ര സഹായം ഉൾപ്പെടെ വേണം എന്നതാണ് ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത്. ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭക്ഷണങ്ങളും ഈ ഒറ്റപ്പെട്ട മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്ന നടപടികളും ഇത്തരത്തിൽ ദൗത്യ സംഘം ഉൾപ്പെടെ നേതൃത്വം നൽകുന്നുണ്ട്. എന്നാലും വലിയ സമാനതകളില്ലാത്ത ഒരു മഴക്കെടുതിയിൽ ഒരു ദുരിതമാണ് ഇരു സംസ്ഥാനങ്ങൾ നേരിട്ടത്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ മഴയുടെ ശക്തി കുറഞ്ഞത് എന്തായാലും ആശ്വാസകരമാണ്. ഇരു സംസ്ഥാനങ്ങളിലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വേണു, ശരി. ആന്ധ്രയും തെലങ്കാനയും പ്രളയ ദുരിതത്തിൽ. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.